എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ബേസിക്കാണ്, ബിഗിനേഴ്സിന് പഠിക്കാൻ പറ്റിയൊരു വീഡിയോ ആണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പോയിൻ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്, പിന്നെ അക്രിലിക് കളറാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാട്ടർ ഇറേസിബിൾ പെൻ എടുത്തിട്ടുണ്ട്, ഇതുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. പിന്നെ ഒരു എംബ്രോയ്ഡറി ഫ്രെയിമും നമ്മുടെ കോട്ടൺ ഫാബ്രിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം ഞാൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യണതെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ ഞാൻ ഒരു ഫ്രീ ഹാൻഡ് പാറ്റേൺ ആണ് വരയ്ക്കുന്നത്, അല്ലാതെ നമ്മൾ വേറൊരു ഡിസൈൻ വെച്ച് കോപ്പി ചെയ്യുന്ന ഒന്നുമില്ല, ഫ്രീ ഹാൻഡ് പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് പാറ്റേൺ വരച്ചെടുക്കുകയാണെങ്കിൽ പാറ്റേൺ വരച്ചെടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈൻ കോപ്പി ചെയ്യാനാണെങ്കിൽ അത് വെച്ച് കോപ്പി ചെയ്ത് നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാനിതിൽ കാര്യമായിട്ട് സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇതിൽ പെയിൻറ്റ് ചെയ്യുന്നതും ഷെയ്ഡ് ചെയ്യണതും ഒക്കെ നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു സംഭവമുള്ള പെയിൻറ്റിങ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വെറുതെ കണ്ടാൽ പോരാ, കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പ്രത്യേക കാര്യം, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ കാണാം. അപ്പോൾ ഇനി നോക്കുക, ഇനി നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഇത് യെല്ലോ കളറാണ്, ലെമൺ യെല്ലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെമൺ യെല്ലോ കളർ കൊണ്ട് നമ്മൾ ഇത് ഫുള്ളായിട്ട് ഒരു കോട്ട് ഷെയ്ഡ് ചെയ്യുക. ഫുള്ളായിട്ട് ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്യല്ല, ഫുള്ളായിട്ട് ഇതിൽ അടിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് ഈ ഫാബ്രിക് പെയിൻറ്റ് ഇതിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരു റൗണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗം ഷെയ്ഡിങ് ആണ്. അത് ഷെയ്ഡിങ് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. എന്നിട്ട് ഇനി നോക്കുക, നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കളർ കൊണ്ട് ഈ പോയിൻ്റ് ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പോയിൻ്റ് ബ്രഷ് കൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ആ പാറ്റേണിന് വരയ്ക്കുക. എന്നിട്ട് ആ ഔട്ട്ലൈൻ വരച്ച ഇതിനെ നമ്മൾ ഇതിലേക്ക് കൂട്ടി മിക്സ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ യെല്ലോവും ആ റെഡും തമ്മിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ കറക്റ്റായിട്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കുക നമ്മളിത്.
അപ്പോൾ ഷെയ്ഡിങ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണി ഔട്ട്ലൈനാണ്. ഔട്ട്ലൈൻ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ചെയ്യുന്ന പോലെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പോയിൻ്റായിട്ടുള്ള ഈ എൻഡൊക്കെ ചെയ്യണത് നോക്കുക. ഇത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയിൽ നൈസായിട്ട് ഈ ഇവിടേക്ക് കൊണ്ടുവരണം. നമ്മൾ ഈ വരച്ച് ഇങ്ങോട്ട് എത്തിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ബ്രഷ് നല്ല പോയിൻ്റാക്കി കൊണ്ടുവന്നാൽ മതി.
അപ്പോൾ നമ്മുടെ ഫൈനൽ ടച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടി കഴിഞ്ഞ് നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.